Welcome to Garam Masala, the magic spices of cooking. പൊട്ടാറ്റോ മസാല കറി. ഇന്ന് നമുക്ക് പൊട്ടാറ്റോ മസാല കറി തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തി, ഇടിയപ്പം, അപ്പം ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 4 ഏലക്ക, 4 ഗ്രാമ്പു, 1/2 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ബേ ലീഫ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത്, 2 പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെ ഒന്ന് വേവിച്ചെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് പൊട്ടാറ്റോയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബാക്കി മുറിച്ചെടുക്കണം. പൊട്ടാറ്റോയെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഇതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ, 6 മുതൽ 8 എണ്ണം വരെ കാഷ്യൂ നട്ട്സ്, 1 ടീസ്പൂൺ വലിയ ജീരകം ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെന്ത് വന്നിട്ടുള്ള പൊട്ടാറ്റോ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ അരപ്പിലോട്ട് കൂടെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ കൂടെ ചേർക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടാറ്റോ മസാല കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.